നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കണം. ഇന്ന് പുറത്ത് നല്ല വെതറാട്ടോ, വലിയ തണുപ്പൊന്നുമില്ല. അങ്ങനെയൊക്കെ പോകണം ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ചായ പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് വടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മിയാ കിച്ചണിൽ ഇതിനു മുമ്പ് നമ്മൾ പല തരത്തിലുള്ള വടയുടെ റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിയാ കിച്ചണിൽ ഒരു 2 വർഷം മുമ്പ് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ഒരു വടയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അതിലേക്ക് നമ്മൾ കുറച്ച് ദോശമാവൊക്കെ ചേർത്തിട്ടാണ് വട റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. വട നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് നമുക്ക് ചട്നിയൊന്നും ആവശ്യമൊന്നുമില്ല. ചായയോട് കഴിക്കുകയാണെങ്കിൽ വെറുതെ കഴിക്കാനൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ചൂടാക്കി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വട റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml മെഷീൻ കപ്പിലോട്ട് അളവ് എടുത്തേക്കുന്നത്. 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് എടുക്കുമ്പോൾ വറുത്ത അരിപ്പൊടി വറുക്കാത്ത അരിപ്പൊടി ഏത് അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. പുട്ടിൻ്റെ പൊടിയോ അല്ലെങ്കിൽ പത്തിരിയുടെ പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഏത് പൊടിയായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ദോശമാവാണ് എടുത്തേക്കുന്നത്. 250 ml സെയിം കപ്പിൽ തന്നെ 3/4 കപ്പ് ദോശമാവ്. പിന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി വേണം. മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പൊടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പൊടി ചേർക്കാം. പക്ഷേ മൈദപ്പൊടി ആയിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഒരുപാട് ചേർക്കണില്ല, ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി അത്യാവശ്യം വലിയൊരു കഷ്ണം എടുക്കട്ടെ. പിന്നെ മല്ലിയില. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മല്ലിയില ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പില എടുക്കുക. പിന്നെ ഒരു ചെറിയൊരു സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നെരുന്നിനെ കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അതൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നെ കുറച്ച് കായം വേണം. പിന്നെ കുറച്ച് ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വടക്കൊരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കും. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള മിക്സിങ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇഞ്ചി ആയിരുന്നാലും നല്ല നെരുന്നിനെ കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ വടയുടെ കൂടെ ഇഞ്ചി കടിക്കുമ്പോൾ അത്രയ്ക്കാണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. കാരണം നല്ല നെരുന്നിനെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വട മൊരിയണേൻ്റെ ഒപ്പം നമ്മുടെ ഇഞ്ചിയും കൂടിയിട്ട് മൊരിഞ്ഞോളും. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് നല്ല കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നാലും നല്ല നെരുന്നിനെ കട്ട് ചെയ്തിട്ടെടുക്കുക. കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഈ നമ്മൾ വടയിലേക്കുള്ള മിക്സിങ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഈ നമ്മുടെ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചെറിയ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ജീരകം നന്നായിട്ടൊന്ന് മൊരിഞ്ഞോട്ടെ. അപ്പോൾ നമ്മുടെ ജീരകം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ചേർക്കട്ടെ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും റെഡിയാക്കിയിട്ട് വെച്ചിട്ടില്ലേ, അതും കൂടിയിട്ട് ചേർക്കാം. ഇനി സവോള ഒന്ന് വഴന്ന് വരട്ടെ. ഒന്ന് മൊരിയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. ജസ്റ്റ് ആ സവോള ഒന്ന് സോഫ്റ്റായിട്ട് വരില്ലേ, അതേപോലെ വന്നാൽ മതി. കാരണം നമ്മൾ നന്നായിട്ട് മൊരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വടയിൽ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുള്ള വടയുടെ മിക്സിങ്ങിൽ. അപ്പോൾ പിന്നെ നമ്മൾ വട നമ്മൾ മൊരിച്ചിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയോളൂ. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരുപാടൊന്നും വേണ്ട. നമ്മുടെ ആ വടയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 2 നുള്ള്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മൾ 1 കപ്പ് അരിപ്പൊടിയല്ലേ എടുത്തേക്കുന്നത്. 1 കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ 1.5 കപ്പ് വെള്ളം ചേർക്കണം കേട്ടോ. ഫസ്റ്റ് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൊടിയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്.
ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളക് ചേർക്കണം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്തോട്ടെ. ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളകും ചേർക്കുന്നുണ്ട്. കുരുമുളക് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് പൊടിയായിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ക്രഷ് ചെയ്തേക്കണ കുരുമുളക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വടയുടെ കൂടെ അങ്ങനെ കടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ചേർക്കില്ലേ, ചെറിയ തരിയോട് കൂടിയിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കട്ടെ. ഇത് നമ്മളിതിലേക്ക് ഇത്രയ്ക്ക് കായം ചേർക്കുന്നുണ്ട്. ഒരുപാടില്ല, ഒരു 2 നുള്ള്. കാരണം ആ കായത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടി വന്നു കഴിയുമ്പോൾ നമ്മുടെ വടയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുമല്ലോ. ഇനി നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. 1.5 കപ്പ് വെള്ളമായിട്ടാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർക്കാനുണ്ട്, അത് നമുക്ക് പിന്നെ ചേർക്കാം. അപ്പോൾ 1.5 കപ്പ് വെള്ളം ചേർക്കാണ്. ഇത് ഞാൻ മുളക് ക്രഷ് ചെയ്തെടുത്ത മിക്സിയുടെ ജാറ്, ഈ ജാറിൽ ഫുള്ള് വെള്ളം എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1.5 കപ്പ് ഉണ്ടാവും കേട്ടോ. സുജാതയുടെ ചെറിയ ജാറുണ്ടല്ലോ അത്. ഓക്കെ, ഇത് നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഒരു പൊടിക്കൊന്ന് കൂടി നിൽക്കണം, കാരണം നമ്മുടെ അരിപ്പൊടിയിലേക്ക് കൂടിയിട്ടുള്ള ഉപ്പ് വേണമല്ലോ. പക്ഷേ അരിപ്പൊടി കുറച്ച് നല്ല സ്മൂത്താണ്. നമ്മൾ സാധാരണ അരിയൊക്കെ നമ്മൾ വേവിച്ചിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഉപ്പ് കൂടുതൽ ചേർക്കും. പക്ഷേ ഇതിന് നമുക്കൊരു പൊടിക്ക് കൂടുതൽ ചേർത്താൽ മതി കേട്ടോ. ഫസ്റ്റ് കുറച്ച് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ നമ്മൾ നന്നായിട്ട് കുറച്ച് വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടില്ല, അരിപ്പൊടി ചേർക്കാണ്. തീ നന്നായിട്ട് കുറച്ച് വെക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ 3/4 കപ്പ് ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ്, ഏത് മാവായിരുന്നാലും കുഴപ്പമില്ല. ഭയങ്കര പുളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. നല്ല പുളിച്ച മാവൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് മൈദപ്പൊടി ചേർക്കാനുണ്ട്. മൈദപ്പൊടി നമ്മളിപ്പോൾ ചേർക്കില്ല കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇത് വെച്ചിട്ട് എങ്ങനെയാണ് വട ഉണ്ടാക്കാമെന്ന്. ഇത് ഒന്ന് നല്ല തിക്കായിട്ട് വരണം കേട്ടോ. തീ ഞാൻ ഭയങ്കരമായിട്ട് കുറച്ച് വെച്ചേക്കായിരുന്നു. അപ്പോൾ തീ ഞാൻ ഇച്ചിരി കൂട്ടി വയ്ക്കുന്നുണ്ട്. സൈഡിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഈ പാനിൻ്റെ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരണം. നമുക്കിങ്ങനൊരു ബോളാക്കിയിട്ട് നമുക്കിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അതേപോലെ വരട്ടെ കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കായിക്കോളും. അപ്പോൾ ഇനി നമ്മൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് പകർത്തി വയ്ക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഒട്ടണ പോലെ തോന്നും, പക്ഷേ അത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിരുന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മല്ലിയില ചേർക്കാം. മല്ലിയില നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മല്ലിയില വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറിവേപ്പില വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർക്കുമ്പോഴായിരുന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തോ. അപ്പോൾ ഇത് നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മൈദപ്പൊടി ചേർക്കട്ടെ. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ആയിട്ടാണ് ചേർക്കുന്നത്. ആ മൈദപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മാവിനായിരുന്നാലും കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊരു തിക്നെസ് കിട്ടുകയും ചെയ്യും. നമ്മൾ വറുത്തിട്ട് എടുക്കുമ്പോഴായിരുന്നാലും അങ്ങനെ ഓയിലൊന്നും കുടിക്കുകയും ചെയ്യില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ ദോശമാവ് ചേർത്തിട്ടുണ്ടല്ലോ, ദോശമാവിൻ്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ടെക്സ്ചറായിരിക്കും. നോക്കിയേ, ഇപ്പം നമ്മൾ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അത് രണ്ടാമത്തെ പൊടി ചേർക്കുമ്പോൾ നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ടാൽ മതി കേട്ടോ മൈദപ്പൊടി. എന്നിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് വടയുടെ ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കൈ ഒന്ന് കഴുകിയിട്ടിട്ട്, നമ്മുടെ കൈമ ഓൾറെഡി പിടിച്ചിട്ടുണ്ടല്ലോ, പിന്നെയും അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കൈ കഴുകിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കൈമ പിടിക്കില്ല. അപ്പോൾ ഇനി നമ്മൾ വടയുടെ ഷേപ്പാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. കൈ കഴുകിയിട്ടുണ്ട് കേട്ടോ. കൈമ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുത്തോട്ടെ. അപ്പോൾ നമ്മുടെ കൈമ പിടിക്കില്ല. 2 കൈമയും ജസ്റ്റ് ഒന്ന് തൂത്തിട്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കിയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മളിതിപ്പോൾ വടയുടെ ഷേപ്പാക്കിയിട്ടാണ് എടുക്കുന്നത്. ചെറിയ ചെറിയ വടയാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ശരിക്കും നന്നായിട്ട് മുരിഞ്ഞിട്ട് ചൂടിയിട്ട്
അത് നോക്കിയേ, ഇപ്പോൾ നമ്മുടെ കൈമേ നല്ല ഒട്ടും പിടിക്കണില്ല, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ ആ ലാസ്റ്റ് വന്നു കഴിയുമ്പോൾ കുറച്ച് മൈദപ്പൊടിയെ ചേർത്താൽ മതി. അപ്പോൾ വറുത്തിട്ട് എടുക്കുമ്പോഴായിരുന്നാലും തീരെ ഓയിൽ കുടിക്കുകയും ചെയ്യില്ല. ഹോള് കുറച്ച് വലുതാക്കിയിട്ട് ഇട്ടോട്ടെ. ഈ വടയ്ക്ക് ഓട്ട കൊന്നത് എന്തിനാണെന്നറിയോ? ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഓയിൽ കയറിയിട്ട് പെട്ടെന്ന് നമ്മുടെ വട മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വടയെല്ലാം ഞാൻ ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ആ ഓട്ട കുത്തുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തിന് പകരം ഓയിലായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഒരുപാട് ഓയിലൊന്നും വേണ്ട, ജസ്റ്റ് കൈമന്ന് തൊട്ടാൽ മതി. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. വെള്ളം വെച്ചിട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് മാവ് വെച്ചിട്ട് എത്ര ഉണ്ട്? 2, 4, 6, 8, 10, 12, 13 എണ്ണവും പിന്നെ ഒരു കുഞ്ഞിതായിട്ട് നമുക്ക് കിട്ടിയ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ നിങ്ങൾക്ക് വറുത്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കണം കേട്ടോ, അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നിങ്ങളിങ്ങനെ വടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ വേറെ ഫ്രഷ് ആയിട്ടുള്ള വട ഇതിലേക്ക് ഇടരുത്. അങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓയിലിൻ്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് വ്യത്യാസം വരും. അപ്പോൾ ചിലപ്പോൾ വടയൊക്കെ പൊടിഞ്ഞു പോകും. പിന്നെ നല്ല തിളച്ച ഓയിലിലേക്ക് നമ്മൾ ഓയിൽ കുറവ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഓയിൽ രണ്ടാമത് എടുത്ത് ഒഴിക്കില്ലേ, അങ്ങനെ ഒഴിക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ പൊടിഞ്ഞു പോകും. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓയിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ വടയെല്ലാം നമ്മൾ വറുത്ത് നന്നായിട്ട് മൊരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന വടയാണ്. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ ഓയിലൊന്നും കുടിക്കില്ല കേട്ടോ. പുറത്ത് സൗണ്ട് കേൾക്കണ്ടോന്ന് അറിയില്ല, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് അല്ല, എന്നാലും ഉള്ളിൽ ചെറുതായിട്ട് ഇങ്ങനെ മുരിഞ്ഞ പോലെ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചട്നി ഒന്നും ഇല്ലാണ്ട് വെറുതെ തന്നെയും കഴിക്കാം. അപ്പം ഞാൻ പറഞ്ഞൊന്ന് കഴിച്ച് നോക്കട്ടെ, കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. ദോശമാവിൻ്റെ ചെറിയ പുളിയൊക്കെ ഉണ്ടാകുന്ന ഭയങ്കര പുളിയൊന്നുമില്ല. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ സാധാരണ നമ്മൾ ഈ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അരിപ്പൊടിയുടെ ഒരു പച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ ദോശമാവ് ചേർത്തേക്കണോട് തന്നെ ആ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ വടയ്ക്ക്. ചായയോടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. ഉള്ളിയൊക്കെ ഇടുമ്പം അത്യാവശ്യം നന്നായിട്ട് ഇട്ടോ കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ അതിൻ്റെ കൂടെ മുരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും.